നമസ്കാരം. ഫെബ്രുവരി 7-ന് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് അബ്കാരി ആക്ട് 1077 ഈ ചോദ്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം എത്ര ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നു, നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അബ്കാരി ആക്ട് 1077 പാസാക്കിയ വർഷം ഏതാണ്? അബ്കാരി ആക്ട് പാസാക്കിയ വർഷം 1902 പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ആക്ടിന് 1077 എന്ന പേര് വന്നത്? 1077 കൊല്ലവർഷമാണ് അബ്കാരി ആക്ട് പാസാക്കിയത്. അതുകൊണ്ടാണ് പേരിനോടൊപ്പം അബ്കാരി ആക്ട് 1077 എന്ന് വന്നത്. 1902 ഈ ഒരു ആക്ട് പാസാക്കിയത്. അടുത്ത ചോദ്യം, 1077 അബ്കാരി സെക്ഷൻ 15 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല? പ്രീവിയസ് ചോദ്യമാണ്, ഇനിയും ചോദിക്കും. 1077 അബ്കാരി സെക്ഷൻ 15 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല? 23 23 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാനായിട്ടും പാടില്ല. അടുത്ത ചോദ്യം, 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യത്തിൻ്റെ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ട് 1077 വകുപ്പ്. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു 23 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യവിൽപ്പന നിരോധിച്ചിരിക്കുന്നത് 15-ാം വകുപ്പ് പ്രകാരമാണ് എന്ന്. 15-ൽ തന്നെ 15B ആണ് വരുന്നത്. 23 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യത്തിൻ്റെ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ട് 1077 വകുപ്പ് 15B ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ കള്ളുഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുകയും വിദേശ മദ്യശാലകൾ പൂർണ്ണമായി അടച്ചിടുകയും ചെയ്യുന്ന ദിവസം ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയാണ്. ഇംഗ്ലീഷ് മാസം 1-ാം തീയതി കള്ളുഷാപ്പുകൾ ഒഴികെയുള്ളവയെല്ലാം അടച്ചിടണം. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം അടച്ചിടേണ്ട ദിവസങ്ങളാണ്, ട്രൈ ഡേകളാണ്. ഗാന്ധി ജയന്തി ഒക്ടോബർ 2, ശ്രീനാരായണ ഗുരു ജയന്തി, വോട്ടെണ്ണൽ ദിവസം, ഈ ദിവസങ്ങളിലെല്ലാം തന്നെ മദ്യശാലകളെല്ലാം തന്നെ അടച്ചിടേണ്ടതാണ്. എന്നാൽ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി കള്ളുഷാപ്പുകൾ തുറന്നിടാം, കള്ളുഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. ബാക്കി വിദേശ മദ്യശാലകളെല്ലാം പൂർണ്ണമായി അടച്ചിടുകയും വേണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അബ്കാരി നിയമത്തിലെ 321 വകുപ്പ് പ്രകാരം സ്ഥലം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം എന്നാൽ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. കടമുറി, വാഹനം, ചങ്ങാടം, ഇവയെല്ലാം വരുന്നുണ്ട്. ഇവയെല്ലാം അബ്കാരി നിയമത്തിലെ 321 വകുപ്പ് പ്രകാരം സ്ഥലം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ്. വീട്, കെട്ടിടം, കടമുറി, വാഹനം, ടെൻറ്റ്, ചങ്ങാടം, ബൂത്ത് തുടങ്ങിയ എല്ലാം അബ്കാരി നിയമത്തിൻ്റെ സെക്ഷൻ 321 പ്രകാരം 321 നിർവചനമാണ്. നിർവചനത്തിൽ വരുന്ന സ്ഥലം എന്നതിൻ്റെ നിർവചനത്തിൽ വരുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന അളവുകളെക്കുറിച്ച് ചോദിക്കും. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവ് 1.5 ലിറ്ററാണ്. 1.5 ലിറ്ററുകളാണ്. അപ്പോൾ കൈവശം വയ്ക്കാവുന്ന അളവുകൾ നിങ്ങൾ പഠിച്ച് ഇരിക്കുക. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മദിനവും സമാധി ദിനവുമാണ് കേരളത്തിൽ ട്രൈ ഡേ ആയി കണക്കാക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മദിനവും സമാധി ദിനവും ട്രൈ ഡേ ആണ്. എന്താണ് ട്രൈ ഡേ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ട്രൈ ഡേ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മദ്യഷാപ്പുകൾ അടച്ചിടുന്ന ദിവസമാണ് ട്രൈ ഡേ എന്ന് പറയുന്നത്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനത്തിനും സമാധി ദിനത്തിനും കേരളത്തിലെ കള്ളുഷാപ്പുകൾ പൂർണ്ണമായിട്ടും അടച്ചിടണം. അതുപോലെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ 2-നും അതുപോലെ തന്നെ രക്തസാക്ഷി ദിനമായിട്ടുള്ള ജനുവരി 30-നും ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വിദേശ മദ്യഷാപ്പുകൾ അടച്ചിടേണ്ടതാണ്. ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ ഗുരു സമാധിയും, അതുപോലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയിട്ടുള്ള 48 മണിക്കൂർ, വോട്ടെണ്ണൽ ദിവസം, ഇംഗ്ലീഷ് മാസം 1-ാം തീയതി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കള്ളുഷാപ്പുകൾ ഒഴികെയുള്ളവയാണ് അടച്ചിടേണ്ടത്. അന്ന് കള്ളുഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കും. അതുപോലെ ദുഃഖവെള്ളി, അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ഇത്രയാണ് നിരോധന ദിവസങ്ങൾ അല്ലെങ്കിൽ ട്രൈ ഡേയ്സ് ആയിട്ട് ആചരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാകും, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക.
ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30, ശ്രീനാരായണ ഗുരു ജയന്തി, സമാധി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ, വോട്ടെണ്ണൽ ദിവസം, ഇംഗ്ലീഷ് മാസം 1-ാം തീയതി, ദുഃഖവെള്ളി, ലഹരി വിരുദ്ധ ദിനം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചാലോ. ഈ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വൈനിൻ്റെ അളവ് എത്രയാണ്? കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വൈനിൻ്റെ അളവ് എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 3.5 ലിറ്ററാണ്. 3.5 ലിറ്ററാണ് കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വൈനിൻ്റെ അളവ്. ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കുവാനും കൈവശം വയ്ക്കുവാനുമുള്ള അധികാരമുള്ള വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കാനും അധികാരമുള്ള വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 56A. 56Aയിലാണ് പറയുന്നത് ഈ ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കുവാനും കൈവശം വയ്ക്കുവാനുമുള്ള വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. ആരൊക്കെയാണ് ഈ വകുപ്പ് പ്രകാരം? രസതന്ത്രജ്ഞൻ, മരുന്ന് കച്ചവടക്കാരൻ, വൈദ്യൻ, വൈദ്യശാലയോ ഡിസ്പെൻസറിയോ നടത്തുന്ന വ്യക്തികൾ എന്നിവർക്ക് നിയന്ത്രണ വിധേയമായി ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. സെക്ഷൻ 56Aയിലാണ് ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കുവാനും കൈവശം വയ്ക്കുവാനും അധികാരമുള്ള വ്യക്തികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ. ഈ വകുപ്പ് പ്രകാരം രസതന്ത്രജ്ഞൻ, മരുന്ന് കച്ചവടക്കാരൻ, വൈദ്യൻ, വൈദ്യശാലയോ ഡിസ്പെൻസറിയോ നടത്തുന്ന വ്യക്തികൾ എന്നിവർക്ക് നിയന്ത്രണ വിധേയമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. അടുത്ത ചോദ്യം, അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? അബ്കാരി ആക്ടിൽ എത്ര സെക്ഷനുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം 72 ആണ്. 72 സെക്ഷനുകളാണ് അബ്കാരി ആക്ടിൽ ഉള്ളത്. അപ്പോൾ 1977 അബ്കാരി ആക്ട് പാസ്സാക്കിയ വർഷം നമ്മൾ പഠിച്ചല്ലോ, 1902. 1902 ഓഗസ്റ്റ് 5 ആണ്. എന്നാൽ ഈ ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1967ലാണ്. 1967ലാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. അബ്കാരി നിയമം കൊച്ചി മഹാരാജാവാണ് പാസ്സാക്കിയത്. ഈ നിയമം കേരള സംസ്ഥാനം മുഴുവൻ ബാധകമാകുന്ന നിയമമാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക, മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏകീകരിക്കുക, പരിഷ്കരിക്കുക തുടങ്ങിയവയ്ക്കാണ് ലക്ഷ്യങ്ങൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 10 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്താ ചെയ്യുക? വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വുമൺ സിവിൽ എക്സൈസ് പരീക്ഷ എഴുതുന്നവർ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടോ, ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണോ എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക്